മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നവംബർ പകുതിയോടെ ഒരു UAP ഒരു UFO പോലത്തെ സാധനം ആകാശത്ത് പൊങ്ങി നിൽക്കുന്നതും അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ താഴെ വീണെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഓർബുകളോ UFO പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂജേഴ്സിയിലായിക്കോട്ടെ നമ്മുടെ ലോകമെമ്പാടും ഇങ്ങനെ കണ്ടുവരുന്നത്. അതായത് പലതരത്തിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ ഓഷനിൽ നിന്ന് പൊങ്ങി വരുന്നു. അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളതിനുപരി എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ട് എന്താ വെച്ചാൽ ഇതിന്റെ ഷേപ്പ് എന്താണ്, ഇതെങ്ങനെയാണ് പറക്കുന്നത്, യാതൊരു സൗണ്ടും ഇല്ലാണ്ട് യാതൊരു ഡിസ്റ്റർബൻസസും ഇല്ലാണ്ട് ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്, യാതൊരു രീതിയിലുള്ള റേഡിയോ സിഗ്നൽസ് എമിറ്റ് ചെയ്യുന്നില്ല, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എയർ സ്പേസിൽ വരെ ഈ സംഭവം വളരെ കൂളായിട്ട് പറന്നെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ടെക്നോളജി എന്തായിരിക്കും എന്നാണ് ശരിക്കും എന്റെ തലയിലൊക്കെ ഉള്ളത്. ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവുമെങ്കിലും ഇതേ ഷേപ്പുള്ള ഇതേ രൂപത്തിലുള്ള വേറെ UAP സൈറ്റിങ്സ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഈ ഇൻസിഡന്റ് സംഭവിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ്, അതായത് സെപ്റ്റംബർ, ടാക്കോമ വാഷിംഗ്ടണിലുള്ള സ്ഥലത്ത് വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. സംഭവം എന്താ വെച്ചാൽ ഒരു പുള്ളി വീടിനകത്തിരുന്ന് ഷെൽഫൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ദൂരെ നിന്ന് ഒരു ഹെലികോപ്റ്റർ വരുന്ന ഒരു ഒച്ച പുള്ളി കേട്ടത്. ആദ്യമൊന്നും പുള്ളി മൈൻഡ് ചെയ്തില്ല, ഒരു ഹെലികോപ്റ്റർ പോയതായിരിക്കും പുള്ളി വിചാരിച്ചു. പക്ഷെ കുറച്ചു നേരമായിട്ടും ഈ ഹെലികോപ്റ്റർ പുള്ളിയുടെ വീടിന്റെ ആ ഒരു പരിസരത്തേക്ക് ഇങ്ങനെ ചുറ്റി കളിക്കുന്നതായിട്ട് പുള്ളി ശ്രദ്ധിച്ചു. അങ്ങനെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് പുള്ളി പുറത്തിറങ്ങി മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഇത് സാധാരണ ഒരു ഹെലികോപ്റ്റർ ആയിരുന്നില്ല, മിലിറ്ററി പേർപ്പസിന് ഉപയോഗിക്കുന്ന 2 ഫാനുള്ള ഒരു ടൈപ്പ് ഹെലികോപ്റ്റർ കണ്ടിട്ടില്ല. അതായത് ഒരു തരത്തിലുള്ള കാർഗോ ഒക്കെ എടുക്കുന്ന തരത്തിലുള്ള ഒരു ഹെലികോപ്റ്റർ ആണ് പുള്ളി അവിടെ കണ്ടത്. ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഫോൺ ഉപയോഗിച്ച് ആ ഹെലികോപ്റ്ററിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഹെലികോപ്റ്റർ നോർത്തിലേക്ക് പറന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ക്ലോസ് ഇൻസ്പെക്ഷനിൽ നോക്കിയപ്പോൾ, അതായത് ഈ വീഡിയോയുടെ കളറും കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് കുറച്ചൊന്ന് എഡിറ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ഓർബ് പോലത്തെ, അതായത് ഒരു ഉണ്ട പോലത്തെ ഒരു സംഭവം ആകാശത്ത് പൊങ്ങി നിൽക്കുന്നതായിട്ട് പുള്ളി വളരെ ക്ലിയർ ആയിട്ട് കണ്ടു. അതായത് പട്ടാപ്പകല് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ആകാശത്ത് യാതൊരു രീതിയിലുള്ള സൗണ്ടും ഇല്ലാണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് ശരിക്കും പുള്ളി അന്ന് കണ്ടത്. പുള്ളി അന്ന് കണ്ടില്ല, പുള്ളി ക്യാമറയിലത്തെ ഫുട്ടേജ് എടുത്ത് നോക്കിയപ്പോഴാണ് പുള്ളി ഇത് ശരിക്കും ശ്രദ്ധിക്കുന്നത്. പക്ഷെ എടുത്തൊരു കുഴപ്പം എന്താ വെച്ചാൽ ഏകദേശം ഇതേ പ്രൊഫൈലും ഇതേ രൂപത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താഴെ വീണത്. അതായത് ഈ ഡ്രോണോ അല്ലെങ്കിൽ ഈ UFO പോലത്തെ സംഭവത്തിന്റെ കളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങൾ എന്നുള്ളത് കുറച്ച് വർഷങ്ങൾ പുറകിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഫുട്ടേജ് കാണാൻ പറ്റും. നിങ്ങളിപ്പോ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലത്തെ ഓർബാണ്. അതും ഇതേപോലെ തന്നെ ഒരു പട്ടാപ്പകല് വെയിലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സർഫസ് അത്യാവശ്യം മെറ്റാലിക് അല്ലെങ്കിൽ ഷൈനിങ് സർഫസ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തിളങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതെന്തുകൊണ്ടാണ് എല്ലാവരും ക്യാമറയിൽ ഇങ്ങനെ സൂം ചെയ്തിട്ടുള്ള ഇമേജസ് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത്, എന്തുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഉള്ള ഇമേജസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഫുട്ടേജ് ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കാം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആകാശത്ത് ഇത്ര നാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു UAPയുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇവിടുത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ ഒരു സംഭവം നേരെ ഭൂമിയിലേക്ക് വീണു. എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ഈ UAPസിനൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടോ വാച്ച് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റാൾക്കാരെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഉടൻ തന്നെ അവരതിനെ റിമൂവ് ചെയ്തു, അതായത് അവരുടെ അടുത്ത് ഇങ്ങനെ മാറ്റും. ഇതിന്റെയൊക്കെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ റീസൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഭൂമിയിൽ വന്ന് വീഴുകയും ഇത് അവർ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരാള് വളരെ സീക്രട്ട് ആയിട്ട് വളരെ റിസ്കി ആയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ ചിലവർക്കൊക്കെ ചോദിക്കാൻ പറ്റും ഇത് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഭവം ആയിരിക്കില്ല നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്ന് ക്ലോസ് ആയിട്ട്, അതായത് പിക്സൽ ബൈ പിക്സൽ ആയിട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോയിസ് പാറ്റേണും ഈ അൺഎഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോയിസ് പാറ്റേൺ ഒക്കെ അത്യാവശ്യം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പേഴ്സണലി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടല്ല തോന്നിയത്. അതിനോടൊപ്പം തന്നെ ഒട്ടുമിക്ക ആൾക്കാരും അവർ കാണുന്ന ഇൻസിഡൻസ് അപ്പൊ തന്നെ ലൈവ് സ്ട്രീം, അതായത് ടിക്ടോക്കിലായിക്കോട്ടെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൂടെ ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരിക്കലും ഫേക്ക് ആണെന്ന് അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മൈൻഡ് കൊണ്ട് വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ കണ്ട ഒരു ഫുട്ടേജിന്റെ അകത്തുള്ള UAPയുടെ ആ ഒരു ഷേപ്പും അതിന്റെ അകത്ത് ഒരു ചെറിയൊരു കളറൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മാഞ്ചസ്റ്ററിലും താഴെ വന്ന് വീണത്. കാരണം നമ്മൾ ഈ ഒരു ഇമേജ് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അല്ലെങ്കിൽ ഇത് തന്നെയാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ലോകത്ത് ഒരു സ്ഥലത്ത് മാത്രം ഐസൊലേറ്റ് ചെയ്ത് കണ്ടുവരുന്ന ഒരു സംഭവമല്ല. നമ്മുടെ ലോകത്ത് പലയിടത്തും പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന സംഭവങ്ങളാണ്. അതായത് ബ്രസീൽ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, അരിസോണ ആയിക്കോട്ടെ, ന്യൂയോർക്ക് ആയിക്കോട്ടെ, ന്യൂജേഴ്സി ആയിക്കോട്ടെ, പലയിടത്തും ഇതേപോലുള്ള വളരെ സിമിലർ ആയിട്ടുള്ള ഫുട്ടേജസ് നമ്മൾ കാണുന്നുണ്ട്.
ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. അതായത് അവർ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ട് രാത്രി നോക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ പറയുന്ന UFO UAP എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. ഇനി ഞാൻ വേറൊരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ കൂടി പറയാം. അതായത് ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം 500-600 ആൾക്കാരുടെ ടെസ്റ്റിമോണീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവർ കണ്ട സംഭവം അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ വളരെ കോമൺ ആയിട്ട് കേട്ട ഒരു ക്യാരക്ടർ എന്താ വെച്ചാൽ ഈ UAPയുടെ ചുറ്റും ഒരു ഓർബ് പോലത്തെ സംഭവം ഉണ്ടെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ UAP രാത്രിയാണെങ്കിൽ പലതരത്തിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നതായിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഫുട്ടേജസിൽ ഉള്ള പോലെ തന്നെ പലതരത്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ഈ പറയുന്ന ഓർബ് തന്നെയാണ് ഈ മാഞ്ചസ്റ്ററിലും ബ്രസീലിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഓർബുകളെ അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ക്യാമറയിൽ ഒപ്റ്റിക്കൽ സൂം വഴി സൂം ചെയ്തിട്ടുള്ള വിഷ്വൽസ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സർക്കുലർ ഒബ്ജക്റ്റ് ആണ് ശരിക്കും അവിടെ ഉള്ളത്. അതായത് വൃത്താകൃതിയിലുള്ള ഒരു സംഭവമാണ് ഇവരെല്ലാരും കാണുന്നത്. ഇത് കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവം അല്ല, ഇതൊരു നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ആൾക്കാർ പറയുന്നതിന്റെ റീസൺ ഇതൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ കടലിന്റെ നടുക്ക് ഫിഷിംഗ് ബോട്ടിൽ വെച്ച് ഇതേപോലുള്ള UAPs ഒക്കെ ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇത്ര റിമോട്ട് ആയിട്ട് എടുക്കുന്ന അവർ പറയുന്ന UFO UAPയുടെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്കും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വളരെ സിമിലർ ആണ്. അതായത് എന്തോ തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഈ പറയുന്ന മാഞ്ചസ്റ്ററിൽ ബ്രസീലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ഉണ്ട പോലത്തെ സംഭവമില്ലേ, അതിന് ചുറ്റും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് ശരിക്കും എന്റെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ ആ ഒരു ഷീൽഡ് ശരിക്കും സർക്കുലർ തന്നെയാണ്. ഈ പറയുന്ന ഓർബ്, ഈ കണ്ടുവരുന്ന ഓർബും ശരിക്കും സർക്കുലർ തന്നെയാണ്. രണ്ടിന്റെ ഷേപ്പ് ഒന്നായതുകൊണ്ട് മാത്രമാണ് ഇത് തന്നെയായിരിക്കും അത് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്റെ വീഡിയോസിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് തന്നെ ഞാൻ പല ഏൻഷ്യന്റ് ആർട്ട് വർക്കുകളും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോ ഈ കാണുന്ന 2 പെയിന്റിങ്സിലുള്ള പോലെ തന്നെ ഒരു റൗണ്ട് സംഭവം, ഓക്കെ, ആ റൗണ്ട് സംഭവത്തിനകത്ത് എന്തോ ഒരു സംഭവം ഇരിക്കണം, അത് വിട്ടേക്ക്. പക്ഷെ അതിന് ചുറ്റും ഈ പറയുന്ന പോലെ ഒരു പ്ലാസ്മയോ അല്ലെങ്കിൽ ഒരു തീ പോലത്തെ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഏകദേശം അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് കേവ് ആർട്ടുകൾ നമ്മുടെ ലോകത്ത്, അതായത് ഒരു 12,000-15,000 വർഷങ്ങൾക്ക് പഴക്കമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവം എന്ന ടൈറ്റിലുള്ള വീഡിയോസിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ, അതായത് ഏൻഷ്യന്റ് ആസ്ട്രോണോട്ട് തിയറി, കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാക്സിമം ഒരു 2027 ആകുമ്പോൾ ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഒക്കെ ശരിക്കും നമുക്ക് വളരെ കോമൺ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. ഒരുപാട് ആൾക്കാർ, ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്, പയ്യെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആകാശത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതിന് ചുറ്റും ഒരു 2-3 ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ആകാശത്ത് പൊങ്ങി നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് തൊട്ട് സൈഡിലായിട്ട് ക്ലൗഡ്സിന്റെ ഇടയിലും ഇതേപോലുള്ള ലൈറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സാധാരണ അല്ലെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റും, കാരണം ഇതേപോലുള്ള ഒരുപാട് ഫുട്ടേജ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോക്ക് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് ഈ വീഡിയോ കുറച്ചുകൂടി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇവര് ഈ ക്യാമറ സൈഡിലേക്ക് പാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് ദൂരെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് വളരെ അടുത്ത്, അതായത് ഇവരുടെ വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്ര അടുത്ത്, അതായത് ഇത്ര ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഈ ഒരു സംഭവം നിന്നിട്ട് പോലും ഇവിടെ സൗണ്ട് ഒന്നുമില്ല. ഞാൻ ഇവിടെ എന്ത് കണ്ടാലും സൗണ്ട് ഇല്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിന് എയർബോൺ ആക്കണമെങ്കിൽ ഒന്നിനെങ്കിലും പ്രൊപ്പല്ലർ അല്ലെങ്കിൽ എയറോഡൈനാമിക്കലി അത് പറ്റുള്ളൂ. അത് സാധിക്കണമെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹെലികോപ്റ്റർ വെച്ചുണ്ടാക്കും, ഡ്രോൺ വെച്ചുണ്ടാക്കും, ഫ്ലൈറ്റ് വെച്ചുണ്ടാക്കും. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് യാതൊരു രീതിയിലുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടാണ് ഈ സംഭവം ആകാശത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടെക്നോളജി എന്തായിരിക്കും എന്നാണ് ശരിക്കും ഞാൻ ആലോചിക്കുന്നത്. ടെക്നോളജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കമന്റ് ശ്രദ്ധിച്ചത്. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് ടെക്നോളജി ഉണ്ട്. നാസയുടെ കയ്യിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാനിങ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിലിറ്ററി ആയിക്കോട്ടെ, എല്ലാവരും തന്നെ അത്യാവശ്യം പോലെ അഡ്വാൻസ്ഡ് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു UAP അല്ലെങ്കിൽ ഒരു UFOനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഒരു മിലിറ്ററി ജെറ്റ് UAPനെ ട്രാക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഒഫീഷ്യൽ ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതിനെപ്പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൂടാണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അറിയുന്നില്ല? അത് വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്.
പക്ഷെ അതിനൊരു ഉത്തരം നമുക്ക് തന്നെ ഗസ് ചെയ്യാവുന്നുള്ളൂ. അതായത് നമുക്കാണ് അറിയാത്തത്, സാധാരണ ആൾക്കാർക്കാണ് ഇതിനെപ്പറ്റി അറിയാത്തത്. ഇതിനെപ്പറ്റി അറിയാവുന്ന പലരും ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അത് പബ്ലിക്കിനോട് തുറന്നു പറയാത്തത് അത് നമ്മുടെ കുഴപ്പമല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അവർ ഒരിക്കലും പബ്ലിക്കിനോട് ഇങ്ങനെ തുറന്നു പറയില്ല. ചിലപ്പോൾ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയായിരിക്കും, പക്ഷെ അവർ നമ്മുടെ അടുത്ത് ഒരിക്കലും പറയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ്ലി ഫൈനാന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കും. പക്ഷെ സംഭവത്തിന്റെ റിയാലിറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വേറൊരു രീതിയിൽ ആലോചിച്ചാൽ മതി. അതായത് പണ്ട് നോട്ടിൽ നിരോധിച്ചപ്പോ ഒരു സ്പീച്ച് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഒരാളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ആകാശത്തൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ തുറന്നടിച്ച് നമ്മുടെ ഒരു രാജ്യത്തിലേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും പുറത്തിറങ്ങാൻ തോന്നും. അതായത് UFO, UAP, ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നൊക്കെ പറഞ്ഞ സംഭവം ശരിക്കും ഉള്ളതാണെന്നും അത് എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല, എല്ലാവരും പേടിക്കും, അത്ര തന്നെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു കോയിന് എന്തായാലും ഒരു മറുവശം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ്സിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം രാത്രി പുറത്തിറങ്ങിക്ക, ആകാശത്തേക്ക് നോക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഇരുട്ടിനോട് അഡ്ജസ്റ്റ് ആയിട്ട് കുറെ സ്റ്റാറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എണ്ണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ ഏകദേശം 100 ബില്യണോളം സ്റ്റാറുകളുണ്ട്. ഈ പറയുന്ന സ്റ്റാറുകൾക്ക് ചുറ്റും ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ഓർബിറ്റ് ആണ്. ആ ഓർബിറ്റിന് അത് പെർഫെക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ഒരു പ്ലാനറ്റ് ഈ ഹാബിറ്റബിൾ സോണിന്റെ അകത്ത് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടുവരുന്ന വെള്ളം ലിക്വിഡ് രീതിയിലായിരിക്കും കണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പ്ലാനറ്റ് ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ ആ പ്ലാനറ്റ് ഒരുപാട് വർഷങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ എവല്യൂഷന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും അവിടെ ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിൽ ലൈഫ് വന്ന പോലെ എങ്ങനെയെങ്കിലും അവിടെ ലൈഫ് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അബയോജെനസിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാൻസ്പെർമിയ തിയറി എന്തെങ്കിലും വഴി അവിടെ ലൈഫ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറെ നാൾ പോയി ഈ സംഭവം കോംപ്ലക്സ് ലൈഫ് ഒക്കെ ആയിട്ട് ഈ പറയുന്ന പോലെ ഒരു ഇന്റലിജന്റ് ലൈഫ് ഫോം ഒക്കെ ഉണ്ടായി. അവർ കുറെ നാളായിട്ട് അവരിങ്ങനെ സ്പേസ് ഫെയറിംഗ് സിവിലൈസേഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ പല സിറ്റുവേഷനും സംഭവിക്കുക. ഇപ്പൊ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മുടെ ചെറിയ ഗാലക്സിയിൽ ഒരുപാട് പ്ലാനറ്റ്സിൽ, ചിലപ്പോൾ ലക്ഷക്കണക്കിന് പ്ലാനറ്റുകളിൽ ഈ പറയുന്ന പോലെ ജീവജാലങ്ങൾ ഉണ്ടാവും. അതിനൊരു 10,000 പോട്ടെ, ഒരു 5,000 പ്ലാനറ്റിലെങ്കിലും ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ഫോം ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ അകത്ത് ഒരു 1000 പോട്ടെ, ഒരു 100 പ്ലാനറ്റിൽ എങ്കിലും സ്പേസ് ഫെയറിംഗ് ആയിട്ടുള്ള, അതായത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതില് ഒരു പ്ലാനറ്റിലേക്കുള്ള ആൾക്കാരെങ്കിലും ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ടീംസ് ആയിരിക്കാം. അപ്പോൾ ഒരിക്കലും ഏലിയൻസ് ഇല്ല, എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഇല്ല, ഈ ഒരു യൂണിവേഴ്സിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ഇതിപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും തന്നെ സമയം കിട്ടുമ്പോൾ കുറച്ചു നേരം ഒരു 10-15 മിനിറ്റെങ്കിലും ആകാശത്തേക്ക് നോക്കി, രാത്രി ക്ലിയർ സ്കൈയിൽ ആകാശത്തേക്ക് നോക്കി ഒന്ന് കിടന്നു നോക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു മാസീവ്നെസ് നമ്മുടെ തലയിലേക്ക് വരും. ചിലപ്പോൾ ആ സമയത്ത് നമ്മളൊരു UFOനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൂടി കമന്റിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.